ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്. കഥാവായ ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവമഹത്വത്തിലേക്ക് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. റോമ 12:21. നാം നീതിപൂർവം പ്രവർത്തിച്ചാലും അനീതി അനുഭവിക്കേണ്ടി വരാറുണ്ട്. നന്മയ്ക്കു പകരം തിന്മ അനുഭവിക്കേണ്ടി വരുമ്പോൾ നാം നിരാശരായി തീർന്നേക്കാം. സഹിക്കവയ്യാതാകുമ്പോൾ പകരം വീട്ടുവാനും തിന്മ പ്രവർത്തിക്കുവാനും പരീക്ഷിക്കപ്പെടും. അടിക്കുന്നവനെ തിരിച്ചടിക്കുവാനും നമ്മെപ്പറ്റി അപവാദം പറയുന്നവരെക്കുറിച്ച് അപവാദങ്ങൾ പറയുവാനും പ്രതികാര ബുദ്ധി നമ്മെ പ്രേരിപ്പിക്കും. പക്ഷേ അതുകൊണ്ട് പ്രശ്നം അവസാനിക്കുകയില്ല, അധികം സങ്കീർണമായി തീരുകയേ ഉള്ളൂ. മറ്റുള്ളവർ പ്രവർത്തിക്കുന്നതിന് അനുസരിച്ച് നമ്മുടെ പ്രവർത്തന രീതി മാറ്റിയാൽ നമ്മെ നിയന്ത്രിക്കുന്നത് മറ്റുള്ളവരാണെന്ന് വരുമല്ലോ. നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ ആന്തരിക പ്രമാണത്തിന്റെ പ്രതിഫലനം ആയിരിക്കണം. എല്ലാവരും നല്ലവരായി കഴിയുമ്പോൾ ഞാനും നല്ലവനാകാം എന്ന് തീരുമാനിക്കുന്നത് ശരിയല്ല. അപ്രകാരമായാൽ ജീവിതകാലമെല്ലാം നമ്മുടെ ബോധ്യത്തിന് വിപരീതമായി പ്രവർത്തിച്ച് നിരാശയിൽ കഴിയാനിടയാകും. ദൈവത്തിനും ധാർമ്മിക നീതിക്കും അനുസരണമായി മാത്രം ജീവിക്കുക. അവരുടെ വീക്ഷണഗതി മാറുന്നതനുസരിച്ച് നമ്മുടെ വീക്ഷണഗതി മാറ്റരുത്. തിന്മയാൽ നന്മയെ ജയിക്കാമെന്ന് പ്രതീക്ഷിക്കരുത്. അഗ്നിയെ അഗ്നി കൊണ്ട് എതിരിട്ടാൽ ജ്വാല ആളിക്കത്തും. പ്രത്യുത ജലം കൊണ്ട് എതിരിട്ടാൽ തീ കെടുത്തുവാൻ സാധിക്കും. വിദ്വേഷമുള്ളവരോട് എതിരിടുമ്പോൾ നമ്മുടെ അടിസ്ഥാന വിശ്വാസം മാത്രം ആയിരിക്കണം നമ്മുടെ പ്രവൃത്തിക്ക് അടിസ്ഥാനം. തിന്മയോട് എതിരിടുമ്പോൾ നമ്മുടെ അടിസ്ഥാന പ്രമാണം നഷ്ടപ്പെടുത്തരുത്. അതിനുള്ള കൃപ കർത്താവായ ഈശോ നമുക്ക് പരിശുദ്ധാത്മാവിൽ തന്ന് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമ്മ IMS അമ്മയുടെ സഹായം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്.